മധുര മനോഹരം. രചന ആമി വിഷ്ണു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. കിച്ചു കിച്ചു, എത്ര നേരമായി സെക്കൻഡ് ഞാൻ വിളിക്കുന്നു. ഇനി എണീറ്റേക്ക് തലയിൽ കൂടി വെള്ളം കുടിക്കും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. അടുപ്പത്ത് നിന്നും ചൂടുള്ള ഇഡ്ഡലിത്തട്ട് തോളിലിട്ട തോർത്തിന്റെ അറ്റം കൊണ്ട് പിടിച്ച് പതിയെ ടേബിളിലേക്ക് വെക്കുന്നതിനിടയിൽ ഋഷി വിളിച്ചു പറഞ്ഞു. സുഖമായി മൂടിപ്പോച്ചി കിടന്ന കിച്ചു മുഖത്തുനിന്ന് പുതപ്പ് മാറ്റി ചുളിഞ്ഞ മുഖത്തോടെ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ എണീറ്റിരുന്നു. തന്റെ റൂമിന്റെ വാതിൽക്കറിഞ്ഞ ആളനക്കത്തിൽ കിച്ചു കണ്ണുകൾ തിരുമ്മി തുറന്നുകൊണ്ട് അങ്ങോട്ടേക്ക് നോക്കി. അവിടെ തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന തന്റെ ഏട്ടനെ കണ്ടതും കിച്ചു ഒരു വളിഞ്ഞ ചിരിവാസാക്കി. ഞാനത് എണീക്കുമായിരുന്നു ഏട്ടാ. ഓവ, എന്റെ പുന്നാര അനിയനെ എനിക്കറിയില്ലല്ലോ. ഞാൻ വിളിച്ചില്ലെങ്കിൽ ഇനി അവിടെ കിടന്ന് ഉറങ്ങിയേനെ. മര്യാദക്ക് വേണ്ടിയിട്ട് റെഡിയാവും നോക്ക്. നിനക്ക് നേരത്തെ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ പറഞ്ഞ്? അത് പറഞ്ഞപ്പോഴാണ് കിച്ചു ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത്. എന്റെ മഹാദേവ, ഞാൻ മറന്നു. തലക്ക് കൈയും കൊടുത്ത് ചാടി എഴുന്നേറ്റ് അഴിഞ്ഞു തുടങ്ങിയ മുണ്ടും മടക്കിയെടുത്ത് ബാത്റൂമിലേക്ക് ഓടുന്നവനെ നോക്കി ഋഷി അടുക്കളയിലേക്ക് നടന്നു. കുളി കഴിഞ്ഞിറങ്ങിയതും ബെഡിലായി അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന പാന്റും ഷർട്ടും കണ്ടതും ഒരു ചെറു പുഞ്ചിരിയോടെ അത് എടുത്തിട്ട് റെഡിയായി അവൻ അടുക്കളയിലേക്ക് ചെന്നു. അവിടെയുള്ള സ്ലാബിന്റെ മുകളിലായി കയറിയിരുന്നു. ഒരു പാത്രത്തിൽ ചൂട് ഇഡ്ഡലിയും ചട്നിയും കിച്ചുവിന്റെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് ഋഷി അവന്റെ ടിഫിൻ ബോക്സിലേക്ക് ചോറ് വിളമ്പാൻ തുടങ്ങിയിരുന്നു. ആഹാ, നല്ല മീൻ പൊരിച്ചതിന്റെ മണം വരുന്നുണ്ടല്ലോ ഏട്ടാ. ഇന്നെന്താ സ്പെഷ്യല്? ഒരു കഷ്ണം ഇഡ്ഡലി വായിലേക്ക് വെക്കുന്നതിനോടൊപ്പം ആ മണം ആഞ്ഞു വലിച്ചുകൊണ്ട് കിച്ചു ഋഷിയോടായി ചോദിച്ചു. അത് ഇന്നലെ ടൗണിൽ പോയിരുന്ന വഴി നമ്മുടെ റഹീമിക്കാന്റെ കടയിൽ നിന്ന് കുറച്ച് കിളിമീൻ വാങ്ങിയിരുന്നു. അത് പൊരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കോവക്ക മെഴുക്കുരുട്ടി മോരുകറിയുണ്ട്. ആഹാ, അപ്പൊ ഒരു പൊതിച്ചോറ് എനിക്ക് കൂടി കെട്ടിത്തരാം മാഷേ. അടുക്കള വാതിൽക്കൽ ചിരിയോടെ നിൽക്കുന്ന ആളിലേക്ക് രണ്ടാളുടെയും നോട്ടം ചെന്ന് നിന്നു. അല്ല, ഇന്ന് നേരം കുറച്ച് വൈകിപ്പോയല്ലോ ലച്ചു വെച്ചി. എന്തുപറ്റി? അല്ലെങ്കിൽ രാവിലെ തന്നെ ഹാജരാവുന്ന ആളാണല്ലോ. ഒന്നും പറയണ്ടെന്റെ കിച്ചു, ഇന്നലെ അമ്മയ്ക്ക് നടുവേദന ഒന്ന് കൂടി. അതുകൊണ്ട് രാവിലത്തെ ഗൃഹഭരണന്റെ ഡ്യൂട്ടി ആയിരുന്നു. എല്ലാം തീർത്ത് റെഡിയായി വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയി. നടന്നു വന്ന് ഋഷി ചോറെടുത്ത് വെക്കുന്ന സ്ലാബിന്റെ ഒരു സൈഡിലായി ചാരി അവിടെ ഇരിക്കുന്ന പാത്രത്തിൽ നിന്നൊരു കോവക്ക കഷ്ണം വായിലേക്ക് വെച്ച് ഋഷിയുടെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു. ഇതിപ്പോ കുറേയില്ലേ ചേച്ചി, സരസ്വതി നമുക്ക് ഇങ്ങനെ വേദന വരുന്നു. എവിടെയെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിച്ചുകൂടെ? കഴിച്ച പ്ലേറ്റ് അടിക്കുന്നതിനിടയിൽ കിച്ച് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു മടുത്തു. എത്രയാന്ന് വെച്ചാൽ പറയാം. അമ്മിനും ഇല്ലേനും അമ്മ അടിക്കില്ല. കിച്ചു ഒന്ന് മൂളിക്കൊണ്ട് ഹാളിലേക്ക് നടന്നു. എന്താ മാഷേ മുഖത്ത് ഇത്ര ഗൗരവം? പിണക്കാണോ? കുറച്ചുകൂടി അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ ചോദിച്ചു. അവനൊന്നും മിണ്ടിയില്ല. തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയ ഋഷിയുടെ കയ്യിൽ വെച്ച് പിടിച്ചു നിർത്തി അവന്റെ മുമ്പിലായി വന്ന് നിന്നു. കണ്ണേട്ടാ, അവൾ കൊഞ്ചലോട് വിളിച്ചു. പെണ്ണെ, രാവിലെ തന്നെ വെറുതെ എന്റെ വായിലിരിക്കുന്ന കേൾക്കണ്ട. കണ്ണേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയി. തിരിച്ച് എന്നെ അശ്വതിയും വിമൽ സാറ് ബസ് സ്റ്റോപ്പ് വരെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ലാസ്റ്റ് ദിവസം പോയിരുന്നു. പിന്നെ സാറ് നിർബന്ധിച്ച് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്താ. സോറി സോറി സോറി. അവന്റെ കഴുത്തിലെ തോർത്തിൽ കൈ തരുത്ത് അവനോട് കുറച്ചുകൂടി ഒട്ടിയെന്നുണ്ട് അവൾ പറഞ്ഞു. കണ്ണു ചുരുക്കി കൊഞ്ചി പറയുന്നവളെ കണ്ടതും അവനിലെ പരിഭവങ്ങോ മാഞ്ഞു പോയിരുന്നു. എങ്കിലും കുറച്ച് ഗൗരവത്തിൽ തന്നെ അവൻ നിന്നു. ലച്ചു, നീ തന്നെ പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് നിന്നോടുള്ള പെരുമാറ്റവും സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന്. അങ്ങനെയുള്ള ഒരാട് കൂടി നീ ഒറ്റക്ക്. അവനും നിർത്തി ആളുടെ മുഖത്തേക്ക് നോക്കി. പെണ്ണിന്റെ കണ്ണൊക്കെ ചെറുതായി നിറഞ്ഞിട്ടുണ്ട്. ദേ നോക്ക് ലച്ചു, ഇപ്പൊ ആരെയും വിശ്വസിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കാല. നമ്മളൊക്കെ ഓരോന്ന് കേൾക്കുന്നല്ലേ, അതുകൊണ്ട് പറഞ്ഞു പോന്നാ. പേടിയാ മോളെ. സാറില്ല, പോട്ടെ. കണ്ണിട്ട് ലച്ചു ഈ കണ്ണൊക്കെ തുടച്ച് പോകാൻ നോക്ക്. കിച്ചു വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇനിയെങ്ങാനും ലേറ്റാലും എന്നെയോ കിച്ചിനെ വിളിക്കണം കേട്ടല്ലോ. അവളൊന്ന് മൂളി. എന്നെ പെണ്ണ് നടക്ക്. അവര് പുറത്തെത്തിയതും അവരെയും കാത്തി കിച്ചു മുറ്റത്തുണ്ടായിരുന്നു. രണ്ടുപേരും നമ്മുടെ പിണക്കൊക്കെ പറഞ്ഞിരുന്നെങ്കിലേ വേഗം വന്ന് കയറിക്കേ, ഇപ്പൊ തന്നെ ലേറ്റായി. കയ്യിലെ ടിഫിൻ ബോക്സ് ഋഷി കിച്ചുവിന്റെ കയ്യിൽ കൊടുത്തു. അപ്പോഴെങ്കിലും ലച്ചു കിച്ചുവിന്റെ ബുള്ളറ്റിന്റെ പുറകിൽ കയറിയിരുന്നു. ഏട്ടപ്പിറങ്ങോ? എന്നാ ഓക്കേട്ടാ, ബൈ, കിച്ചു പറഞ്ഞു. ലച്ചു അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണടച്ച് കാണിച്ചു പെണ്ണിന്റെ മുഖം വിടർന്നിരുന്നു. അവരുടെ ബുള്ളറ്റ് കണ്ണിൽ നിന്ന് മറയുന്നവരെ ഋഷി നോക്കി നിന്നു. തനിക്ക് സ്വന്തം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഇന്ന് ഈ ലോകത്തുള്ള രണ്ടുപേർ. അവന്റെ ഉള്ളം മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഭാസ്കര, വണ്ടി എടുക്കാൻ സമയമായില്ലേ? നമ്മുടെ ഡ്രൈവറെ ഇതുവരെ കണ്ടില്ലല്ലോ. വിശ്വനാഥൻ മാഷി ചോദിച്ചു. അതല്ലേ മാഷെ, ആളെത്തി. കയ്യിലെ ഗ്ലാസ് ടേബിളിൽ വെച്ച് കക്ഷത്തിലിരിക്കുന്ന ചില്ലറ സഞ്ചി ഒന്നുകൂടി അമർത്തി വെച്ചുകൊണ്ട് കണ്ടക്ടറും ഭാസ്കരൻ പറഞ്ഞു. വിശ്വനാഥൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അവിടേക്ക് നടന്നു വരുന്ന ഋഷിയെ. കാവിമുണ്ടും കറുത്ത ഷർട്ടുമാണ് അവന്റെ വേഷം. വെട്ടിയൊതുക്കിയ താടിയും മുടിയും. നെറ്റിയിൽ ഒരു ചന്ദനക്കുറിയുണ്ട്. ആരും ഒന്ന് നോക്കി പോകുന്ന വിധത്തിലുള്ള ഒത്ത ഒരു പുരുഷൻ. ഭാസ്കരേട്ടാ, നമുക്ക് ഇട്ടാലോന്നാ? ആടാവേ, പോയേക്കാം. ബസിന്റെ പുറകിലെ പടിയിലേക്ക് ചാടിക്കയറിക്കൊണ്ട് ഭാസ്കരൻ പറഞ്ഞു. ഋഷി ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. ഒരു നിമിഷം അവൻ കണ്ണുകൾ അടച്ചിരുന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു. ബെല്ലടിച്ചത് അവൻ വണ്ടിയെടുത്ത് കഴിഞ്ഞിരുന്നു. കിച്ചു ബുള്ളറ്റ് പാർക്കിങ്ങിൽ വെച്ച് വേഗം മുന്നോട്ട് നടന്നു. ക്യാബിൻ ഡോർ അകത്തേക്ക് കയറിയതും അവിടെ ഇരിക്കുന്ന പെൺകുട്ടിയെ കണ്ട് ഒരു അവിഞ്ഞ ചിരിവാസായിക്കൊണ്ട് ധൃതിയിൽ തന്റെ സീറ്റിനരികിലേക്ക് നടന്നു. അല്ല കിരൺ ഡോക്ടറെ, ഇന്ന് നേരത്തെ ആണല്ലോ, എന്തുപറ്റി? ഒരു പുരികം പൊക്കി ചോദിക്കുന്നവൾ നോക്കി അവനൊരു കണ്ണടച്ച് തന്റെ കോട്ടും സ്റ്റെസ്കോപ്പ് എടുത്തിട്ടു.
എന്റെ അനു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വഴക്കുണ്ടാക്കാം. ഓൾറെഡി ലേറ്റാ. ഇനിയും ചെന്നില്ലെങ്കിൽ മീര മാമിന്റെ വാലിരിക്കുന്ന മൊത്തം കേൾക്കേണ്ടി വരും. അതും പറഞ്ഞ് തന്നെ കൂർപ്പിച്ച് നോക്കുന്നവളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഒറ്റ ഓട്ടമായിരുന്നു. ഉച്ചയ്ക്ക് ക്യാനിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കിച്ചു അനു. അവന്റെ ലഞ്ച് ബോക്സിലെ ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നവൾ നോക്കി അവൻ അവളോടായി ചോദിച്ചു, അല്ല, പുത്തമ്പുരക്കൽ ബാലകൃഷ്ണനെയും നന്ദിനിയുടെ ഇളയ പുത്രി അനവധ്യ ബാലകൃഷ്ണൻ ഇത്രയും നാൾ പട്ടിണിയായിരുന്നു. നിനക്ക് ആരൊന്നും തിന്നാൻ തരാറില്ലേ വെച്ചേ? ഒരാൾക്ക് ഇത്രയും ആർത്തിയൊക്കെ ഉണ്ടാവുമോ? കൂർപ്പിച്ചിരുന്ന ഓട്ടമായിരുന്നു അവളുടെ മറുപടി. തന്നെ കളിയാക്കുന്നതിനോടായി അവൾ പറഞ്ഞു, എന്തായാലും ഞാനൊന്നും എടുത്തോണ്ട് പോയില്ല, നീ ആ വായിലുള്ള ഇറക്കിയിട്ട് പറഞ്ഞാൽ മതി. അവനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് അവളുടെ മുന്നിലേക്ക് നീക്കി വെച്ച് കൊടുത്തു. കുടിച്ചോ, ഇല്ലെങ്കിൽ ആർത്തി മൂത്തി ഭ്രാന്തായി ഭക്ഷണം കുണിങ്ങിയ ഒരു യുവ ഡോക്ടർ തട്ടിപ്പോയി നാളെ വല്ല ന്യൂസും വരും. നീ പോടാ കുരിപ്പേ, ഇത്രയും ടേസ്റ്റ് ഫുഡ് കിട്ടി ആർക്കാലും കുറച്ച് ആർത്തിയൊക്കെ തോന്നും. പറയാതെ വയ്യ, ഈ കണ്ണേട്ടൻ്റെ ഫുഡിനൊക്കെ ഒട്ടുക്കത്തെ ടേസ്റ്റാ. സൂപ്പർ, റിയലി യു ആർ സോ ലക്കി കിരൺ. നിന്റെ എല്ലാ കാര്യത്തിലും കണ്ണേട്ട് എത്ര കെയർഫുൾ ആൻഡ് ഡെഡിക്കേറ്റഡാ. ആദ്യം തമാശ പോലെയും അവസാനം കാര്യത്തിലും പറഞ്ഞു. അതിനവനൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. ആ സമയം അവന്റെ മനസ്സിൽ തന്റെ ഏട്ടന്റെ മുഖം ഏറെ പൊലിമയോടെ തെളിഞ്ഞു നിന്നു. അവനോർത്തു, തനിക്ക് വേണ്ടി ഏട്ടൻ നഷ്ടമായത് ഏട്ടന്റെ ജീവിതം തന്നെ ആയിരുന്നില്ലേ? അച്ഛൻ അമ്മയെയും ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഏട്ടന് 15 വയസ്സും എനിക്ക് 11 വയസ്സും മാത്രമായിരുന്നു പ്രായം. അച്ഛന്റെ കൂടെ ഇറങ്ങിപ്പോന്നപ്പോൾ അമ്മയ്ക്ക് നഷ്ടമായത് അമ്മയുടെ കുടുംബത്തെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനോ സുഖവിവരം അന്വേഷിക്കാനോ ഞങ്ങൾക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. പല വീടുകളിൽ അടുക്കളപ്പണിക്ക് പോകും. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ അടിച്ചു വാരാനും വൃത്തിയാക്കാനും പോകും. എന്തിനേറെ ചുമടെടുക്കാൻ വരെ അമ്മ പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിന്നിട്ടുണ്ട്. അന്നും ഏട്ടൻ പറയും, ഇനി പഠിക്കാൻ പോകുന്നില്ല, അമ്മയുടെ കൂടെ പണിക്ക് വന്നോളാന്നൊക്കെ. പക്ഷെ അമ്മ സമ്മതിച്ചില്ല. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം വിദ്യാഭ്യാസവും കളങ്കമില്ലാത്ത സ്നേഹവുമാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. മറ്റു സമപ്രായക്കാരായ കുട്ടികൾക്കുള്ള പോലുള്ള പിടിവാശികളോ ആഗ്രഹങ്ങളോ എനിക്കും ഏട്ടനും ഉണ്ടായിരുന്നില്ല. അമ്മ ഒരിക്കൽ പോലും ഞങ്ങളെ പട്ടിണി കിട്ടിയിട്ടില്ല. ഞങ്ങൾ നല്ലോണം പഠിക്കുമായിരുന്നു, പ്രത്യേകിച്ച് കണ്ണേട്ടൻ. പുലരുവോളിരുന്ന് പഠിക്കും. പഠിച്ച് വലിയ ജോലിയൊക്കെ മേടിച്ച് ഞങ്ങളെ പൊന്നുപോലെ നോക്കിയെന്നൊക്കെ എപ്പോഴും പറയും. ആ കൊച്ചു വീട്ടിൽ ഞങ്ങൾ സന്തോഷം കണ്ടെത്തിയിരുന്നു. മാസങ്ങളും വർഷങ്ങളും പിന്നെയും കടന്നുപോയി. ഏട്ടൻ +2 എത്തിയപ്പോഴാണ് അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ദിവസം വയ്യാതെ വന്ന്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ഞങ്ങൾ കാണുന്നത് പനിച്ച അവശതയിൽ കിടക്കുന്ന അമ്മയായിരുന്നു. ഏട്ടനും വിശ്വനാഥ മാഷും കൂടിയാണ് അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ച്. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അമ്മയ്ക്ക് കുറേ ദിവസങ്ങളായി പനിയുണ്ടായിരുന്നു. ഇപ്പം അത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്നും 3 ദിവസത്തോളമായി ആശുപത്രി വരാന്തയിൽ ഏട്ടൻ എന്നെയും പൊതിഞ്ഞു പിടിച്ചിരുന്നു. അന്ന് വിശ്വനാഥ മാഷ് രേവതി ടീച്ചർ മാത്രമായിരുന്നു ഞങ്ങൾക്കൊരു താങ്ങായിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അമ്മയും കൊണ്ട് തിരികെ വീട്ടിലെത്തിയപ്പോഴും അമ്മ ഞങ്ങൾ വിട്ടുപോയി എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്കായിരുന്നില്ല. വെള്ള പുതപ്പിച്ച് മുന്നിൽ കിടന്ന അമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാതിരിക്കുന്ന ഏട്ടന്റെ മുഖം ഇന്നും മനസ്സിലുണ്ട്. ആ രാത്രി ആ വീട്ടിൽ ഞങ്ങൾ തനിച്ചായിരുന്നു. ഓർമ്മകളുടെ, ഒറ്റപ്പെടലിന്റെ, അനാഥത്വത്തിന്റെ ഇരുട്ടിൽ അകപ്പെട്ടുപോയ 2 പേർ. പിന്നീട് അങ്ങോട്ട് ഞാൻ കണ്ടത് അതുവരെ കാണാത്തൊരു കണ്ണേട്ടനെയായിരുന്നു. പല ഹോട്ടലുകളിൽ ടേബിൾ തുടക്കാനും പാത്രങ്ങൾ കഴുകാനും പോവാൻ തുടങ്ങി. സ്കൂളിലേക്ക് പോവാതെയായി. ഇടയ്ക്കിടയ്ക്ക് മാഷൂർ ഏത് ടീച്ചറും വീട്ടിൽ വരും. ഏട്ടനോട് സ്കൂളിൽ വരാൻ നിർബന്ധിക്കും. അവരുടെ കൂടെ ചെല്ലാൻ ഒരുപാട് നിർബന്ധിച്ചിരുന്നു. പക്ഷേ ഏട്ടന്റെ തീരുമാനങ്ങൾ ഉറച്ചതായിരുന്നു. ആർക്കും ഒരിക്കലും ഞാനോ എൻ്റെ അനിയനോ ഒരു ബാധ്യതയാവാൻ പാടില്ല മാഷേ. എനിക്കെൻ്റെ കിസുവിനെ പഠിപ്പിക്കണം. അമ്മയുടെ ആഗ്രഹം പോലെ അവനൊരു ഡോക്ടറാക്കണം. മാഷിനെ എന്നെ നിർബന്ധിക്കരുത്. അന്ന് ഏട്ടൻ്റെ കണ്ണിൽ ഞാൻ കണ്ടൊരു വേദനയുണ്ട്. എത്രയൊക്കെ മറച്ചു പിടിച്ചിട്ട് നിറഞ്ഞുപോയ ആ കണ്ണുകളിലെ നഷ്ടസ്വപ്നങ്ങളുടെ വേദന. പിന്നെയും ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രി മാഷ് പിന്നെയും വീട്ടിൽ വന്നു. അന്ന് മാഷിന്റെ കയ്യിൽ കുറെ പുസ്തകങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഋഷി, നിന്നെ വീണ്ടും സ്കൂളിലേക്ക് വരാൻ നിർബന്ധിക്കാൻ വേണ്ടി വന്നല്ല ഞാൻ. പക്ഷേ നീ +2 പരീക്ഷ എഴുതണം. അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പറ്റില്ലെന്ന് മാത്രം പറയരുത്. വേറൊന്നിനും നിന്നെ ഞാൻ നിർബന്ധിക്കില്ല. ഞാൻ പഠിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡൻ്റാണ് നീ. നിന്നെ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു വേദനയാടോ. ഈ മാഷിന് വേണ്ടി, നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി നീ ഈ പരീക്ഷ എഴുതണം. അത്രയും പറഞ്ഞ് ഏട്ടന്റെ കൈകൾ പുസ്തകങ്ങളും വെച്ച് മാഷ് പോകുമ്പോൾ ഏട്ടന്റെ കണ്ണുനീര് ആ പുസ്തകങ്ങളെ നനച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു. +2 പരീക്ഷയുടെ റിസൾട്ട് വന്നന്ന് ഏട്ടന്റെ സ്കൂളിലെ ടീച്ചേഴ്സും കുറച്ച് നാട്ടുകാരെല്ലാം വീട്ടിൽ വന്നിരുന്നു. സ്കൂളിലെ ടോപ്പറായ ഏട്ടനെ അഭിനന്ദിക്കാം. പക്ഷേ ഏട്ടന് മാത്രം ആ ദിവസം എന്നത്തെയും പോലെ തന്നെ ആയിരുന്നു. ആ മുഖത്ത് പ്രത്യേകിച്ച് ഒരു സന്തോഷവും ഞാൻ കണ്ടിരുന്നില്ല. പക്ഷേ സന്ധ്യയ്ക്ക് അമ്മയുടെ കുഴിമാടത്തിനു മുമ്പിൽ തിരികൊളുത്തി മുട്ടൂത്തിയിരുന്ന് കരയുന്ന ഏട്ടനെ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ എനിക്കും കഴിഞ്ഞിരുന്നുള്ളൂ. ദിവസങ്ങളും വർഷങ്ങളും ഒന്നിനു വേണ്ടിയും കാത്തുന്നില്ല. കണ്ണേട്ട നാട്ടിലൊരു ബസ്സിൽ കണ്ടക്ടറായി പോയിക്കൊണ്ടിരുന്നു. ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോഴാണ് ഏട്ടന് വിശ്വനാഥ മാഷുമായി ഗൾഫിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടുന്നത്. ഏട്ടനെ വിട്ടു നിൽക്കാൻ എനിക്കോ എന്നെ കാണാതെ ഏട്ടനോ പറ്റുമായിരുന്നില്ല. ആദ്യമൊന്നും മടിച്ചു നിന്നെങ്കിലും പോകാൻ തന്നെ ഏട്ടൻ തീരുമാനിച്ചു. എന്നെ ഹോസ്റ്റലിൽ ചേർത്തു. എന്നും രാത്രികളിൽ വരുന്ന കോളുകളിലൂടെ ഞങ്ങൾ പരസ്പരം സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവച്ചു.
പിന്നെ ഏട്ടൻ വരുന്ന നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. ഒരു 19 വയസ്സുകാരിൽ നിന്നും ഏട്ടൻ ഒരുപാട് മാറിപ്പോയിരുന്നു. മീശയും താടിയും ഒക്കെയായി തികച്ചും മറ്റൊരു ഋഷി. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതം ഒത്തിരി മാറിപ്പോയിരുന്നു. പഴയ ഷീറ്റിട്ട കുഞ്ഞു ഷെഡിന്റെ സ്ഥാനത്ത് ഒരു കൊച്ചു വീട് പണിതു. ഞങ്ങളുടെ അമ്മയുടെ സ്വപ്നക്കൂട്. ഞാൻ +2 കഴിഞ്ഞതും എൻട്രൻസ് എഴുതി. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു സീറ്റ് കിട്ടിയത്. എന്നെ കൊണ്ടുപോയി ആക്കിയതൊക്കെ മാഷായിരുന്നു. അതൊക്കെ അറിയുമ്പോഴുള്ള ഏട്ടൻ്റെ സന്തോഷമാണ് കാണേണ്ടത്. എനിക്ക് പഠിക്കാനുള്ള ഊർജ്ജം അതുതന്നെയായിരുന്നു. ഏട്ടൻ നാട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ ഏട്ടൻ തിരിച്ചു പോയില്ല. ഞാൻ വീട്ടിലെന്ന് പറയുന്നതാവും ശരി, എന്തോ ഏട്ടൻ അടുത്തില്ലാത്തപ്പോൾ വല്ലാത്തൊരു ശൂന്യതയാണ്. പിന്നീട് കണ്ണേട്ടൻ വീണ്ടും ബസ്സിൽ തന്നെ ഡ്രൈവറായി പോകാൻ തുടങ്ങി. ആ സമയത്താണ് ഏട്ടനിൽ ചേച്ചി തമ്മിൽ ഇഷ്ടത്തിലായത്. ബാങ്ക് കോച്ചിങ്ങിന് ചേച്ചി ഡെയിലി പോകുന്ന കണ്ണേട്ടൻ്റെ ബസ്സിലായിരുന്നു. നമ്മുടെ അയൽവാസിയാണ് ആള്. ഏട്ടൻ കുറെ ഒഴിഞ്ഞു മാറിയെങ്കിലും ചേച്ചിയാറാ മോള് ഏട്ടനെ വളച്ച് കുപ്പിയിലാക്കി. അങ്ങനെ ഞങ്ങളുടെ ലോകത്തേക്ക് ഒരാൾ കൂടി വന്നു. പിന്നീട് ഞാൻ അങ്ങോട്ട് എക്സാംസ് ഇന്റേൺഷിപ്പൊക്കെ ആയി തിരക്കിലേക്ക് മാറിയിരുന്നു. എങ്കിലും ഒരുമിച്ചുള്ള സമയങ്ങൾ ഞാൻ ഏട്ടനും സന്തോഷകരമാക്കുമായിരുന്നു. ഞാൻ MBBS പഠനം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഏട്ടൻ്റെ മുഖത്തെ ആ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. നാട്ടിൽ തന്നെ ഫേമസ് ആയ മംഗലത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ മെഡിക്കൽ കരിയർ സ്റ്റാർട്ട് ചെയ്തു. 1 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട് വീട്ടിൽ നിന്നും. ഏട്ടൻ്റെ ബസ്സിന് രാവിലെ പോയാൽ കറക്റ്റ് ടൈമിൽ ഹോസ്പിറ്റലിൽ എത്താം. പക്ഷേ ജോയിൻ ചെയ്തതിന് മുന്നത്തെ ദിവസം ഏട്ടൻ എന്നെയും കൂടി ടൗണിൽ പോയി. കുറച്ചധികം ഡ്രസ്സുകളൊക്കെ വാങ്ങി നേരെ പോയത് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലേക്കായിരുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യം ഇപ്പോൾ ഉണ്ടോ ഏട്ടാ എന്ന ചോദ്യത്തിന് ഏട്ടൻ പറഞ്ഞത്, ഏട്ടൻ്റെ ഡോക്ടർക്ക് ഒരു കുറവും ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല എന്നായിരുന്നു. വീണ്ടും വീണ്ടും ഏട്ടനിക്കൊരു അത്ഭുതമായി തോന്നിപ്പോകുന്ന നിമിഷങ്ങളായിരുന്നു അതൊക്കെ. കിച്ച ഡോക്ടറെ അനു തട്ടി വിളിച്ചപ്പോഴാണ് ആലോചനയിൽ നിന്ന് കിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് വന്ന്. അല്ല, ഇതെന്തോന്ന് ആലോചിച്ചിരിക്കുക ചെക്കാ നീ? എത്ര നേരം ഞാൻ വിളിക്കുന്നു, എന്താടാ, എന്തു പറ്റി? അവന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവന്റെ കയ്യിലായി പിടിച്ചുകൊണ്ട് അവന് ചോദിച്ചു. അവളുടെ വിളിയിലും ചോദ്യത്തിലുമാണ് താൻ ഇത്രയും നേരം ഓരോന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നെന്ന് അവന് മനസ്സിലായത്. കിരൺ, എന്നാ പറ്റി? ഏയ് ഒന്നുമില്ലടാ, ഞാനിങ്ങനെ വെറുതെ പണ്ടത്തെ ഓരോന്ന് ആലോചിച്ചു പോയതാ. കിച്ചി വേണ്ട കേട്ടോ, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഓർക്കരുതെന്ന്. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു, ഇനി മുന്നോട്ടുള്ളതിനെ കുറിച്ച് ആലോചിക്കേ. നിന്റെ ആഗ്രഹം പോലെ കണ്ണേട്ട് നമുക്ക് സെറ്റാക്കി കൊടുക്കണ്ടേ? നീ പറയാറുള്ള പോലെ നല്ലൊരു ലൈഫ് ഏട്ടനും വേണ്ടേ? എന്നാൽ ചേട്ടൻ വേഗം എണീറ്റ് പോയി ടിഫിൻ ബോക്സ് കഴുകാൻ നോക്ക്. ചേച്ചി പോയിട്ട് കൈ കഴുകിയിട്ട് വരാം. ചെറുവിരലൊന്ന് വായിലിട്ട് നുണഞ്ഞ് പറയുന്നവളെ കിച്ചു തലയിരിച്ചൊന്ന് നോക്കി. അയ്യോ, അതൊക്കെ ചേച്ചിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ആ കൈ തന്നുവിട്ട് അതുകൂടി ഞാൻ കഴുകിക്കൊണ്ടുവരാം. ശരിക്കും ഇതിന് ഞാനിന്ന് അതും പറഞ്ഞ് ഇരിക്കുന്നിടത്തും കിച്ചു എണീറ്റവും ടിഫിൻ ബോക്സ് എടുത്ത് ഒറ്റ അവൾ ഓടുന്നു നോക്കി അവൻ അവിടെ തന്നെ ഇരുന്നു. അവനോർത്തു, എത്ര പെട്ടെന്നാണ് പെണ്ണിന്റെ മൂഡ് മാറ്റിയത്. അവന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. MBBSന് ചേർന്നപ്പോൾ കിട്ടിയ കൂട്ടാണ്. ഞാനിവിടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന അറിഞ്ഞപ്പോൾ സ്വന്തം ഏട്ടന് ക്ലിനിക് ഉണ്ടായിട്ടും ഇവിടെ തന്നെ വന്ന് ജോയിൻ ചെയ്ത മുതലാണ്. ചോദിച്ചപ്പോൾ നിന്നെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാലോ എന്നായിരുന്നു ഉത്തരം. ഏട്ടൻ കഴിഞ്ഞാൽ പിന്നെ തന്നെ മനസ്സിലാക്കിയുള്ള മറ്റൊരാൾ അവളാണ്. അന്ന് രാത്രി ഋഷിയും കിച്ചുവും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ മുറ്റത്തുനിന്ന് ഋഷിയെ വിളിക്കുന്ന കേട്ട്. ഈ സമയത്ത് ഇതാരാ? ഏട്ടൻ കൈ കഴിക്കോ, ഞാൻ നോക്കാം. കിച്ചു ഡോർ ഒന്ന് കാണുന്ന സിറ്റ് ഔട്ടിലെ ചെയറിലിരിക്കുന്ന ഹരിയച്ഛനെയാണ്. ഹരി ലച്ചുവിന്റെ അച്ഛനാണ്. എന്തുപറ്റി ഹരിയച്ച ഈ സമയത്ത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറച്ച് ടെൻഷനോടെ കിച്ചു ചോദിച്ചു. അപ്പോഴേക്കും കൈ കഴുകി ഋഷി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഹരിയെ കണ്ടതും എന്തെന്നില്ലാത്തൊരു ടെൻഷൻ ഋഷിയുടെ മൊത്തം പ്രകടമായിരുന്നു. ഞാൻ വന്ന് ഋഷിയോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാ. അതും പറഞ്ഞ് ഹരി എഴുന്നേറ്റെന്ന് ഋഷിയുടെ മുന്നിലായി നിന്നു. ലച്ചുവിനൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. മോള് വയ്ക്കുന്ന ബാങ്കിലെ മാനേജരാ, പേര് കേട്ട തറവാട്ടുകാരാ. എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ളൊരു ബന്ധം. അവരിന്ന് വീട്ടിൽ വന്നിരുന്നു ലച്ചു മോളെ ചോദിക്കാൻ. പക്ഷെ അവൾക്കിതിന് സമ്മതമില്ലെന്നും ഋഷിയാണ് ഇഷ്ടമെന്നും ഞങ്ങളോട് പറഞ്ഞു. ഒരു നിമിഷം അദ്ദേഹം ഋഷിയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ 2 കൈകളും കൂട്ടിപ്പിടിച്ച് പറഞ്ഞു, മകളെ നല്ല വിധത്തിൽ കല്യാണം കഴിച്ചേക്കണമെന്ന് ഏതൊരു അച്ഛനെയും പോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു അച്ഛനാണ് ഞാനും. താൻ നല്ല പയ്യനാ, ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടമാ. പക്ഷേ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. ഒരു ബസ്സിൽ പോയതുകൊണ്ട് മാത്രം ഈ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. മുന്നോട്ടുള്ള ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. നല്ലൊരു ജോലിയൊന്നും ഇല്ലാതെ നിന്റെ കയ്യിലേക്ക് എങ്ങനെയാ ഞാൻ എൻ്റെ മോളെ ഏൽപ്പിക്കുക? പിന്നെ 2 ആണുങ്ങൾ മാത്രമുള്ള ഒരു വീട്ടിലേക്ക് മോളെ അയക്കാൻ സരസ്വതിക്കും താല്പര്യമില്ല. അവളുടെ ഭാവിയാണ് ഞങ്ങൾക്ക് പ്രധാനം. ഇപ്പോൾ ഈ വിഷമമൊക്കെ മറ്റൊരു ജീവിതത്തിലേക്ക് അടക്കുമ്പോൾ മാറും. ഋഷി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഋഷിക്ക് ഒരു നിമിഷത്തേക്ക് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. മനസ്സ് ശൂന്യമായതുപോലെ. ഉള്ളിലെന്തോ കൊളുത്തി വലിക്കുന്നു. നെഞ്ചൊക്കെ വല്ലാണ്ട് മിടിക്കുന്നുണ്ട്. തൊണ്ടക്കുഴിയിലൊരു നോവ് തങ്ങി നിൽക്കുന്ന പോലെ. കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടോ? ലച്ചു, എൻ്റെ പെണ്ണ്. അവൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. അവളുടെ ചിരിക്കുന്ന മുഖവും കണ്ണേട്ടാ എന്നുള്ള വിളിയുമൊക്കെ അവൻ്റെ കാതിൽ മുഴങ്ങി കേൾക്കുന്ന പോലെ അവന് തോന്നി. ഏട്ടാ, കിച്ചുവിൻ്റെ വിളിയാണ് അവനെ സ്വഭാവത്തിലേക്ക് എത്തിച്ച്. പെട്ടെന്ന് അവൻ ഹരിയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. വീണ്ടും പരാജയപ്പെട്ടു പോയവൻ്റെ ഒരു ചിരി.
ഹരിയച്ഛൻ പറഞ്ഞു തന്നെയാണ് ശരി. പഠിപ്പും ജോലിയൊന്നും ഇല്ലാത്ത വേറൊരു ബസ് ഡ്രൈവറായ ഞാൻ ലച്ചുവിനെ പോലെ വിദ്യാഭ്യാസം എന്നുള്ള ജോലിയൊക്കെയുള്ള ഒരു കുട്ടിക്ക് ചേരില്ല. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ലായിരുന്നു. നിങ്ങൾ പേടിക്കണ്ട, ഇതിൻ്റെ പേരിൽ ഞാൻ കാരണം ലച്ചുവിൻ്റെ നല്ലൊരു ജീവിതം നഷ്ടപ്പെടില്ല. ഇത്രയും പറഞ്ഞിരുത്തുമ്പോൾ സ്വരയിടാതിരിക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതൊക്കെ കണ്ടും കേട്ടും നിന്ന കിച്ചുവിന് അറിയാമായിരുന്നു തൻ്റെ ഏട്ടൻ്റെ മനസ്സ് ഉരുകി തീരുന്നുണ്ടാവുക. ആ പാവം ഏട്ടൻ്റെ കണ്ണിലെ വേദന ആ അനിയനെയും ചുട്ടുപൊള്ളിച്ചു. എന്നാൽ ഞാൻ ഇറങ്ങുക. പിന്നെ ഋഷി, ഇനി ലച്ചുവിനെ കാണാനോ സംസാരിക്കാനോ ശ്രമിക്കരുത്. ഇതൊരച്ഛൻ്റെ അപേക്ഷയായിട്ട് മാത്രം കണ്ടാൽ മതി. അത്രയും പറഞ്ഞ അയാൾ ഇറങ്ങി നടന്നു. കുറച്ച് സമയം ഋഷി ഇരുട്ടിലേക്ക് നോക്കി അങ്ങനെ നിന്നു. തൻ്റെ മനസ്സിനെ ആ ഇരുട്ട് കാർന്ന് തിന്നും പോലെ അവന് തോന്നി. തൻ്റെ തോളിൽ അമർന്ന കൈയിലേക്കും കിച്ചുവിൻ്റെ മുഖത്തേക്കും അവൻ നോക്കി. അവനൊരു പുഞ്ചിരി സമ്മാനിച്ച് അവനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. കണ്ണേട്ടാ, സങ്കടത്തോടെ കിച്ചു വിളിച്ച്. ഏയ് ഒന്നുമില്ലടാ, നമ്മുടെ ലച്ചുവിനൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവളെ ഞാൻ അത് വിട്. ആരൊക്കെ പോയാലും ഈ ഏട്ടന് കിച്ചുണ്ടല്ലോ. ഏട്ടന് അത് മതിയെന്നേ. ഒരിടർച്ചയോടെ പറഞ്ഞിർത്തിയതും കിച്ചു ഏട്ടനെ കെട്ടിപ്പിടിച്ച് നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു പോയിരുന്നു. എത്രയൊക്കെ പിടിച്ചു വെച്ചിട്ട് ഋഷിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി തുടങ്ങിയിരുന്നു. അന്ന് രാത്രി 3 മനസ്സുകൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കിച്ച, നമുക്ക് ചേച്ചി എന്ന് കണ്ട് സംസാരിച്ചാലോ? ഡ്യൂട്ടി കഴിഞ്ഞ് ക്യാനിൽ പോയി ചായ കുടിക്കുന്നതിനിടയിൽ അവന് ചോദിച്ചു. ഏയ്, അതിലൊന്നും എനിക്ക് കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല ചേച്ചി. വീട് തന്നെ അപ്പോൾ ലോങ് ലീവ് എടുത്തേക്ക് വേണമെന്ന് ആശ്വസിച്ച് ചേച്ചി പറഞ്ഞു. ഇനി കല്യാണം കഴിഞ്ഞിട്ട് പോയി തുടങ്ങുന്നുള്ളൂ എന്ന്. അപ്പോൾ കല്യാണം പെട്ടെന്നുണ്ടാവുമോ? നെക്സ്റ്റ് മന്ത് 11th ഡേറ്റ് കുറിച്ചെന്നാ കേട്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും കിച്ച കണ്ണേട്ടൻ? ഏയ്, ഏട്ടനായിട്ടൊന്നിനും പോയില്ല. എന്നാലും ഏട്ടൻ വിളിച്ചാൽ ചിലപ്പോൾ ചേച്ചി ഇറങ്ങി വരുമായിരിക്കും. പക്ഷേ ബന്ധങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ വില ഏട്ടന് നല്ലോണം അറിയാം. അതുകൊണ്ട് ചേച്ചീനെ വിളിച്ചെറിക്കൊണ്ടായിരുന്നു നിൽക്കില്ല. അവർ തമ്മിൽ ഒന്നിക്കാനായിരിക്കില്ല വിധി. മഹാദേവ് മറ്റെന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും. ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ പറഞ്ഞു. പിന്നീട് പന്തലുയർന്നും കല്യാണം കഴിഞ്ഞുമൊക്കെ പെട്ടെന്നായിരുന്നു. അങ്ങനെ ലച്ചു എന്ന അധ്യായം മറവിയുടെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാൻ അവനും മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു ഞായറാഴ്ച ഋഷിയും കിച്ചു അടുക്കളയിൽ ഓരോ പണിയിലായിരുന്നു. അല്ല, ചേട്ടൻ അനിയും കൂടി ഈ വാതിൽ തുറന്നിട്ട് അടുക്കളയിൽ നിന്നാ പരിപാടി. കള്ളന്മാരി കയറിയാൽ പോലും അറിയില്ലല്ലോ. എളിക്ക് കൈയും കൊടുത്ത് അവിടെയുള്ള പാത്രങ്ങൾ ഓരോന്നായി പൊക്കി നോക്കുന്നവളെ കണ്ടതും ഋഷി ഒരു ചിരിയോടെ അവൾക്കരികിലേക്ക് നടന്നു. ഇടയ്ക്കൊരു സന്ദർശനമുള്ളതാണ് അവൾക്ക്. ഏട്ടന്റെ കാന്താരി എത്തിയോ? അവനവളുടെ തലക്കൊന്ന് പതുക്കെ കൊട്ടി. അവളും ചിരിച്ചു. മോളെങ്ങനെ വന്ന്? പപ്പ കൊണ്ടുവന്ന് ഇട്ടേട്ടാ. ആണോ? എന്നിട്ട് സാറ് ഇവിടെ പോയാവോ? ആ, പപ്പയ്ക്ക് പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തണം. കൂട്ടാൻ വരുമ്പോ കയറാന്ന് പറഞ്ഞു. അടുപ്പത്ത് എന്താ കണ്ണേട്ടാ? നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ. അതും പറഞ്ഞ അവൾ അങ്ങോട്ടേക്ക് നടന്നു. ഹായ്, പായസം. അത് അട. ഞാനിത് പൊളിക്കും. എത്ര നാളായി പായസം കുടിച്ചിട്ട്. ആ, ബെസ്റ്റ്. ഞാൻ ഏട്ടനോട് അപ്പോഴേ പറഞ്ഞല്ലേ കുറച്ച് നമുക്കെടുത്ത് മാറ്റി വെക്കാന്ന്. ഇനിയിപ്പോൾ ആർക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങോട്ടുന്നില്ല നോക്കി പറയുന്നവനെ കണ്ടതും അനുവിന്റെ മുഖം കൂർത്തു. അവൾ മുഖം ഒരു സൈഡിലേക്ക് കൂട്ടിക്കൊണ്ട് ഋഷിയുടെ അരിയിലേക്ക് നടന്നു. ഏട്ടൻ്റെ ഈ പുന്നാരന്യ ഇത്തിരി കൂടുന്നുണ്ട്. ഏട്ടന് ഓർത്ത് മാത്രമാ ഇപ്പൊ ഞാൻ വെറുതെ വിടുന്നേ. ഓ പിന്നെ അല ഇപ്പൊ നീ എന്നെ എന്തോ ചെയ്യും? എന്തോ ചെയ്യുന്ന എനിക്ക് കാണണോ? ആ, കാണണം. ആ, മതി. രണ്ടും കണ്ടു തുടങ്ങി. മോളുവാ, ഏട്ടൻ പായസം എടുത്ത് തരാം. സ്ലാബിന്റെ മേലെ കയറിയിരിക്കുന്ന കിച്ചുവിനെ അവളൊന്ന് കൂർപ്പിച്ച് നോക്കി. അത് കണ്ടതാണ് അവളെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു. പെട്ടെന്ന് അതിനൊന്ന് പതിരെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ അവൾ ഋഷിക്കരികിലേക്ക് നടന്നു. 3 പേരും കൂടി ഓരോന്ന് പറഞ്ഞ് മുന്നിലെ സ്റ്റെപ്പിലിരിക്കുമ്പോഴാണ് മാഷും ടീച്ചറും കൂടി അങ്ങോട്ടേക്ക് വന്നു. അവരെ കണ്ടതും പെട്ടെന്ന് അവർ 3 എണീറ്റു. അല്ല, മോളിതപ്പോ വന്നു? സീറ്റ് ഔട്ടിലേക്ക് കയറിക്കൊണ്ട് മാഷി ചോദിച്ചു. കുറച്ചു നേരമായി. സുഖാണോ കുട്ടിക്ക്? ടീച്ചർ അനുവിന്റെ തലയിലൂടെ തഴിക്കൊണ്ട് ചോദിച്ചു. സുഖമായിട്ടിരിക്കുന്നു ടീച്ചർ അമ്മേ. ടീച്ചർ ഇരിക്ക്, ഋഷി പറഞ്ഞു. ഞാൻ കുടിക്കാന്നെല്ലാം എടുക്കാം. അതും പറഞ്ഞ് ഞാനും അകത്തേക്ക് പോയി. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു കേശു? ആ, നല്ലപോലെ പോകുന്നു ടീച്ചറമ്മേ. പിന്നെ മീരമാമിനെ അറിയാലോ, കുറച്ച് സ്ട്രിക്റ്റ് ആള്. എപ്പോഴാ ചൂടാന്ന് പറയാൻ പറ്റില്ല. ആ, അത് കിച്ചു പറഞ്ഞ ശരിയാ. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃത മീരയുടേത്. ഞങ്ങളുടെ സ്റ്റുഡന്റ് ആയിരുന്നു, പക്ഷേ സ്മാർട്ട് ആൻഡ് ബോൾഡാണ് കക്ഷി. ആ ഹോസ്പിറ്റലിൽ അത്രയും എത്തിയത് തന്നെ മീര ഒറ്റയാളുടെ മിടിക്കില്ല. മാഷു പറഞ്ഞു. അപ്പോഴേക്കാണ് ക്ലാസ്സിൽ പായസമായി വന്നിരുന്നു. ഇന്നെന്താടോ പായസമൊക്കെ? മോള് വന്നോണ്ടാണോ? ഋഷി ഒരു ചെറുചിരിയോടെ മൂളി. ഋഷി, ഞങ്ങൾ വന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. എന്താ പക്ഷേ, നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു മുഖവരിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. ആ, നിന്നെ എൻ്റെ ഇളയ മോൾക്ക് വേണ്ടിയിട്ട് ആലോചിക്കാനാണ് ഞങ്ങൾ വന്നത്. മാഷേ, അരുതാത്ത എന്തോ കേട്ട പ്രതീതിയായിരുന്നു ഋഷി. കിച്ചുവിൻ്റെ അനുവിൻ്റെ അവസ്ഥ തന്നെയായിരുന്നു. അല്ല ടീച്ചറെ, നമ്മളെന്തെങ്കിലും കേൾക്കാൻ പാടില്ലാത്താണോ പറഞ്ഞത്? അവരുടെ മുഖം കണ്ട മാഷി ടീച്ചറോടായി ചോദിച്ചു. ടീച്ചർ ഒന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഋഷിയുടെ മുമ്പിൽ വന്നു നിന്നു. അവൻ്റെ കവിളിൽ പതുക്കെ തലോടി. എൻ്റെ ഗൗരി മോൾക്കൊരു ഇഷ്ടം മോൾ ആദ്യം വന്ന് പറഞ്ഞ മാഷിനോടായിരുന്നു. അന്ന് പ്രായത്തിൻ്റെ തമാശയായിട്ട് ഞങ്ങളതിന് ചിരിച്ചള്ളി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മോളുടെ ജാതകം ഒന്ന് നോക്കിപ്പിച്ചു. അപ്പോഴേ അറിഞ്ഞ് 2 മാസത്തിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ 35 വയസ്സ് കഴിയണമെന്ന്.
മോളോട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മോളുടെ ഉള്ളിൽ ഈ ഋഷി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് മോനോട് സംസാരിക്കാതെ ഒരു സമാധാനം കിട്ടില്ല എന്നായി. ആറ് വാത്സല്യത്തോടെ അവൻ്റെ കൈകൾ കവർന്നുകൊണ്ട് പറഞ്ഞു, ടീച്ചറെ, ഞാൻ ജീവിതത്തിൽ ഒറ്റക്കായി പോയപ്പോഴെല്ലാം എനിക്കും കിച്ചുവിനൊരു താങ്ങായിട്ടുണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളും മാത്രമായിരുന്നു. ഈ ജീവിതത്തിൽ കടപ്പെട്ടിട്ടുള്ളൂ നിങ്ങളോട് രണ്ടാളോട്. പക്ഷേ ഇത് ശരിയാവില്ല ടീച്ചറെ. ഞാൻ ചേരില്ല ആർക്കും. പറയാൻ മാത്രമുള്ളൊരു ജോലിയോ വിദ്യാഭ്യാസ യോഗ്യത എനിക്കില്ല. അതുമല്ല, വേണ്ട. അത്രയും പറഞ്ഞ് തലകുനിച്ച് നിൽക്കുന്നവനെ കണ്ടതും മാഷ അവിടുന്ന് എഴുന്നേറ്റു. ഋഷി, നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ രണ്ടാളും ഞങ്ങൾക്ക് മക്കൾ തന്നെയാണ്. അങ്ങനെ മാത്രമേ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എൻ്റെ കുട്ടിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതേ ഞങ്ങൾ തന്നെയാണ്. നിന്നെക്കാൾ യോഗ്യനായിട്ട് ഒരാൾ മോൾക്ക് വേറെ കിട്ടില്ലടോ. ഒരുപാട് പണവും സ്വത്തും ഒന്നും അല്ല ഒരു കുടുംബജീവിതത്തിൻ്റെ അടിത്തറ. സന്തോഷവും സമാധാനവും സ്നേഹമാണ്. വഴിവഴച്ച് പോയേക്കാമായിരുന്ന ജീവിതം ഇന്ന് നീ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, കിച്ചൊരു ഡോക്ടർ ആയിട്ടുണ്ടെങ്കിൽ, അത് നിന്റെ ഒരാളുടെ കഠിനാധ്വാനത്തിൻ്റെയും ത്യാഗങ്ങളുടെയും ഫലമായിട്ട് കൂടിയാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള നിന്റെ ഈ മനസ്സ് മതിയടോ എൻ്റെ മോളെ നിന്റെ കയ്യിലേക്ക് പൂർണ്ണ മനസ്സോടെ നൽകാൻ. ഋഷി മറുപടിയൊന്നും പറഞ്ഞില്ല. ടീച്ചറെ, നമുക്കെന്ന് ഇറങ്ങിയാലോ? മാഷെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വേണ്ട കിച്ചു, പിന്നീടാവും. ഞങ്ങൾക്ക് വേറെ 2 സ്ഥലത്ത് കൂടി ഒന്ന് കയറണം. പോട്ടെ മക്കളെ, തീരുമാനം എന്താണെങ്കിലും മടിക്കാതെ പറയണം. ടീച്ചറമ്മ ഋഷിയുടെ കാവിൽ ഒന്നുകൂടി തട്ടിക്കൊണ്ട് പറഞ്ഞു. അവരിറങ്ങി നടന്നു. അനു ഓടി ഋഷിക്കരികിലെത്തി അവൻ്റെ കയ്യിൽ തൂങ്ങി. കണ്ണേട്ടാ, സമ്മതിക്കണ്ണേട്ടാ, പ്ലീസ്. മോളെ, എനിക്കെന്തോ അത് ശരിയാവില്ല. ആ കുട്ടി എനിക്ക് വേണ്ടേട്ടാ. ഇനിയൊന്നും പറയണ്ട. ഇതുവരെ ഏട്ടൻ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ ഏട്ടൻ ഞാൻ പറയുന്നത് കേൾക്കണം. ഏട്ടൻ ഈ കല്യാണത്തിന് സമ്മതിക്കണം. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മതി. അത്രയും പറഞ്ഞ് മറുപടി കാക്കാൻ നിൽക്കാതെ അകത്തേക്ക് പോകുന്നതിന് നിസ്സായതയോടെ ഋഷി നോക്കി നിന്നു. കിച്ചാ, എന്താ പെണ്ണെ, നീ വാതിൽ തല്ലി പൊട്ടിക്കോ? ചോദിച്ചുകൊണ്ട് അവൻ ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന അനുവിൽ അവൻ്റെ കണ്ണുകൾ ഒഴുകി നടന്നു. ഒരു വൈറ്റ് ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷനുള്ള ധാവണിയാണ് വേഷം. കയ്യിൽ നിറയെ വളകളും, കാതിൽ വലിയൊരു ജിമിക്കയും, കഴുത്തിലൊരു കുഞ്ഞു മെറൂൺ സ്റ്റോൺ വരുന്ന മാലയും. കണ്ണൊക്കെ കടുപ്പിച്ചെഴുതി ആകെ മൊത്തം ഒരു ചന്തമൊക്കെയുണ്ട്. അതെ, ചേട്ടൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞില്ലേ പൂജിക്കാനുള്ള താലിങ് എടുത്തന്നേ. അത് അമ്പലത്തിലെത്തിക്കണ്ടേ? ആകാശേട്ടൻ പുറത്ത് വെയിറ്റിംഗാ. ഓഹ്, ഞാനും മറന്നുപോയി. അവൻ വേഗം പോയി അലമാരയിൽ നിന്ന് മാലയെടുത്ത് അവളെ കയ്യിൽ കൊടുത്തു. അവളൊന്ന് അമർത്തി മൂളി. ഇന്നാണ് ഋഷിയുടെയും ഗൗരിയുടെയും വിവാഹം. അവിടെ അടുത്തു തന്നെയുള്ള ഒരു മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടത്തുന്നത്. നടക്കു മുമ്പിൽ കൈകൂപ്പി തൊഴുതു നിൽക്കുകയാണ് ഋഷിയും ഗൗരിയും. ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും? തനിക്ക് ഗൗരിയെ തൻ്റെ പാതിയായിട്ട് അംഗീകരിക്കാൻ കഴിയുമോ എന്ന് തുടങ്ങിയ ചിന്തകളായിരുന്നു ഋഷിക്കെങ്കിൽ, തൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നം നടത്തിയെന്നിലുള്ള നന്ദി മഹാദേവനോട് പറയുന്നില്ലായിരുന്നു ഗൗരി. ഇനി താലി അങ്ങോട്ട് കെട്ടിക്കോളുക. തിരുമേനിയുടെ വാക്കുകളാണ് ഇരുവരെയും സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന്. ആദ്യം ഒന്ന് പതിരെങ്കിലും ഋഷി തിരുമേനി നീട്ടിയ താളത്തിൽ നിന്നും താലി കയ്യിലേക്ക് എടുത്തു. അവൻ തന്നെ നോക്കി നിൽക്കുന്ന കിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണുകൾ പതിയെ ചിമ്മിക്കാട്ടി. പൂർണ്ണ ശോഭയോടെ കത്തി നിൽക്കുന്ന അഗ്നിയെയും ഭഗവാനെയും സാക്ഷിയാക്കി അവനവളുടെ കഴുത്തിൽ താലി ചാർത്തി. പിന്നീട് അവിടെ തന്നെയുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയായിരുന്നു ബാക്കി പരിപാടികളും സദ്യയുമെല്ലാം. ഗൗരിക്ക് വിളക്കൊടുത്ത് കയറ്റിയത് അനുവിൻ്റെ അമ്മ നന്ദിനിയായിരുന്നു. വന്നവരെല്ലാം വൈകുന്നേരം ആയപ്പോഴേക്കും പോയിരുന്നു. എന്നാൽ ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയേക്കുവാ. ബാലകൃഷ്ണൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. നന്ദിനി അനുവും ഗൗരിയുമായി അങ്ങോട്ടേക്ക് വന്നു. നന്ദിനി ഗൗരിയുടെ കവിളിലും തലോടി. പോയിട്ട് വരാം മോളെ. ശരിയമ്മേ. പോട്ടെ എടുത്തി. ഗൗരിയെ കെട്ടിപ്പിടിച്ച് കവിളിലായ അനു മുത്തി. തിരിച്ച് ഗൗരി അനുവിന് കൊടുത്തു. ഇത് നോക്കുന്ന ഋഷിയുടെ ചുണ്ടിന്റെ കോണിൽ ഒരു നറുപുഞ്ചിരി വിരിഞ്ഞിരുന്നു. മറ്റാർക്കും കാണാൻ കഴിയാത്ത വിധമൊന്നു. ഋഷി ആകാശിന്റെ കയ്യിൽ പിടിച്ചു. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ആരുമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ടു. ഓടി നടന്ന് എല്ലാം ചെയ്തു. ആരുമില്ല എന്നൊരു കുറവും ഞങ്ങൾ അറിഞ്ഞില്ല. ആരൊക്കെ ഉള്ള പോലെ. ഇടർച്ചയോടെ പറഞ്ഞു നിർത്തിയതും ആകാശ് അവനെ കെട്ടിപ്പിടിച്ചിരുന്നു. എന്തിനും ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ആരുമില്ലെന്ന തോന്നലിനി വേണ്ട കേട്ടോ. നിറഞ്ഞ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും കിച്ചുവിന്റെയും ഋഷിയുടെയും കവിളിലായും തലോടിക്കൊണ്ട് നന്ദിനി പറഞ്ഞു. അനു ഋഷിക്കരികിലായി വന്നിരുന്നു. ഏട്ടാ പോട്ടെ. അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഋഷിയും കിച്ചുവും ഗൗരിയും മാത്രമായി അവിടെ. മൊത്തത്തിൽ ഒരു ശൂന്യത അവർക്ക് തോന്നി. കിച്ചു പതിയെ അകത്തേക്ക് കയറി. ഗൗരി ഋഷിയെ നോക്കി. എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് അവിടെ. അവൾ പതിയെ തിരിഞ്ഞടന്നു. ഉള്ളിലേക്ക് കയറി പോകുന്ന ഗൗരിയെ നോക്കി ഒരു നെടിവീർപ്പോടെ ഋഷിയും അകത്തേക്ക് കയറി വാതിലടച്ചു. ഗൗരി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ഗ്ലാസ്സിൽ പാലൊഴിക്കുന്ന കിച്ചുവിനെയാണ്. അവളെ കണ്ടത് അവൻ ഗൗരിക്ക് നേരെ ഗ്ലാസ് നീട്ടി. എന്തോ ഒരു ചമ്മലും പരവേശയോളം പൊതിഞ്ഞിരുന്നു. ഐശ്വര്യമായിട്ട് തങ്ങോട്ട് മേടിക്കെടുത്തി. ഇതൊക്കെ ചെയ്തുതരാൻ അമ്മയില്ലാതെ പോയി. സാറില്ല, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ അമ്മായിമ്മ പോലും എടുത്തോളാം. കുറച്ച് വിഷമത്തോടെയും ബാക്കി കളിയോടെ അവൻ പറഞ്ഞു. ഗൗരി ഒന്ന് ചിരിച്ചു പോയി. അവന് തലയിലൊന്ന് കൊട്ടി പാൽ ഗ്ലാസ് വാങ്ങി അവൾ റൂമിലേക്ക് നടന്നു. അവൻ നോക്കുന്ന കിച്ചുവിന്റെ കണ്ണുകൾ എന്തിനോ ഈറനണിഞ്ഞിരുന്നു. ഗൗരി റൂമിലേക്ക് ചെല്ലുമ്പോൾ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന ഋഷിയാണ് കണ്ടത്. അവൾ ഡോറടച്ച് അവന്റെ അരികിലേക്ക് ചെന്നു. പാൽ ഗ്ലാസ് ടേബിൾ വെച്ച്. കണ്ണേട്ടൻ എന്താ എഴുതുന്നത്?
തന്റെ മുന്നിൽ നിൽക്കുന്നവളെ ഋഷിയൊന്ന് നോക്കി. അവളുടെ കണ്ണേട്ടിനെന്ന വിളിയിൽ അവൻ കുറച്ചു നേരം മൗനമായി നിന്നു. അത് കുറച്ച് കണക്കൊക്കെ എഴുതാനുണ്ടായിരുന്നു, പിന്നെ അത് ചിലപ്പോൾ മറന്നു. അതാ ഞാൻ. എന്നാ കണ്ണേട്ടിനെ എഴുതിക്കോ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? ഏയ്, ഇത് കഴിഞ്ഞു. അതും പറഞ്ഞ് ബുക്ക് മടക്കി വെച്ചാൽ അവിടുന്ന് എഴുന്നേറ്റിരുന്നു. ആദ്യമായിട്ടാണ് തങ്ങൾ പരസ്പരം ഒന്നും സംസാരിക്കുന്നതെന്ന് അവൻ ഓർത്തു. അവൻ അവൾക്കരികിലായി ബെഡിലിരുന്നു. രണ്ടുപേർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. കണ്ണേട്ടിന് എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? മൗനത്തെ ഭേദിച്ച് ഗൗരിയാണ് സംസാരിച്ചു തുടങ്ങിയത്. ഋഷി അവളുടെ മുഖത്തേക്ക് നോക്കി. തന്നെ ഇമ വെട്ടാതെ നോക്കിയിരിക്കുന്നവൾ. ഇതുവരെ താൻ അവളൊന്ന് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. മാഷിന്റെ മോളാണെന്ന് അറിയാമായിരുന്നു, പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒന്നും മിണ്ടിയിട്ടില്ല. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ശ്രമിച്ചില്ലെന്ന് പറയുന്നതാവും ശരി. തന്നെ പോലെ ഒരാൾ അവൾക്ക് ചേരില്ലെന്ന് തന്നെയാണ് മനസ്സിപ്പോഴും പറയുന്നത്. കിച്ചുവിന്റെ വാശിക്ക് മുമ്പിൽ താനും ചെയ്യുന്ന തെറ്റാണെന്ന് താലി കെട്ടുന്ന സമയം പോലും ചിന്തിച്ചിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും ആദ്യ പ്രണയം മനസ്സിനെ കുത്തി നോവിക്കുന്ന പോലെ. ശരിയാണ്, താനിപ്പോൾ ലച്ചുവിനെ ഓർക്കാറില്ല. 1-2 തവണ ടൗണിൽ വെച്ച് അവളെ കണ്ടിരുന്നു. അന്ന് വിമലിന്റെ കൈകോർത്ത് എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ച് നടന്നു പോകുന്നവളെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയിരുന്നു. ഈ ഇരിക്കുന്നവൾ ഇന്ന് തന്റെ ഭാര്യയാണ്. താൻ പോലും അറിയാതെ തന്നെ പ്രണയിച്ചിരുന്നവൾ. ഒരു കാരണവശാലും അവളെ വേദനിപ്പിക്കാൻ പാടില്ല. കണ്ണേട്ടാ, അവൾ പതിയെ വിളിച്ചു. അത് ഞാൻ എന്തൊക്കെയോ അത് പിന്നെ എനിക്ക് അവനെ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയാതെയായി. കണ്ണേട്ടിനെ എന്നെ അംഗീകരിക്കാൻ സമയം വേണമെന്നല്ലേ? ഋഷി ഒരു ഞെട്ടിലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയാം, കണ്ണേട്ടിന് ലക്ഷ്മി ഇഷ്ടമായിരുന്നു അല്ലേ? അശ്വതിയുടെ സിസ്റ്റർ അഞ്ജനന്റെ കൊളീഗ. ഒരു ദിവസം ഞാൻ നിങ്ങൾ 3 പേരെ ഒരുമിച്ച് കണ്ടിരുന്നു. കണ്ണേട്ടിനോട് ചേർന്ന് അത്രയും അടുപ്പത്തോടെ സംസാരിക്കുന്ന ലക്ഷ്മിയെ കണ്ടപ്പോൾ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞിരുന്നു, നിങ്ങൾ തമ്മിൽ. പിന്നെ ഒന്ന് ചിരിച്ചു, വേദന കലർന്നൊരു ചിരി. എന്തോ എൻ്റെ മനസ്സ് അംഗീകരിച്ചിരുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രി അഞ്ജനെ വിളിച്ചപ്പോൾ അശ്വതി വഴി അറിഞ്ഞു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. പെട്ടെന്ന് കേട്ടപ്പോൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ മനസ്സിന് കഴിഞ്ഞില്ല. എങ്കിലും പിന്നീട് അങ്ങോട്ട് കണ്ണേട്ടിനെ മറക്കാൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവിടെയും ഞാൻ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു. അങ്ങനെ ഇരിക്കുകയാണ് ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോയപ്പോൾ സരസ്വതി ചേച്ചിയെ കണ്ടത്. ലക്ഷ്മി ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചെന്നും ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. ആ സമയം എൻ്റെ മനസ്സിൽ കണ്ണേട്ടിൻ്റെ മുഖമാണ് തെളിഞ്ഞു വന്ന്. ആകെ മൊത്തം ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. വീട്ടിലേക്ക് ഒരു ഓട്ടോ ആയിരുന്നു. പിന്നീട് വീട്ടിലെത്തി അശ്വതിയെ വിളിച്ചു. ഞാൻ കേട്ടതൊക്കെ സത്യമാണെന്നും മാരേജ് ഡേറ്റ് വരെ ഫിക്സ് ചെയ്തെന്നും അവളിൽ നിന്ന് ഞാൻ അറിഞ്ഞു. എന്തോ സഹിക്കാനായില്ല. പ്രാണനുള്ളിൽ സ്നേഹിച്ച ആൾ മറ്റൊരാൾക്ക് സ്വന്തമാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന അതെനിക്കറിയാം. ആ വേദന കണ്ണേറ്റിനുണ്ടാവരുതെന്നും നിങ്ങൾ ഒന്നിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു. മഹാദേവനോട് പ്രാർത്ഥിച്ചു. പക്ഷേ പിന്നീട് കണ്ണേറ്റിനെ കാണുമ്പോഴൊക്കെ ആ കണ്ണിലെ വേദന ഞാൻ അറിഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ എനിക്കും കല്യാണാലോചന നോക്കി തുടങ്ങുമെന്ന് പറഞ്ഞു കേട്ടത്. അച്ഛൻ എന്നോട് പറയുമ്പോൾ മടിച്ചാണെങ്കിലും ഞാൻ കണ്ണേറ്റിനുള്ള ഇഷ്ടം അച്ഛനോടും അമ്മയോടും പറഞ്ഞു. കണ്ണേട്ടൻ്റെ പ്രണയം മറ്റൊരാൾക്ക് സ്വന്തമായിരുന്നു എന്ന് അറിയാഞ്ഞിട്ടല്ല. എങ്കിലും വിട്ടുകളയാനോ മറ്റൊരാളെ ആ സ്ഥാനത്ത് സങ്കല്പിക്കാനോ എനിക്ക് കഴിയില്ലായിരുന്നു. പിന്നീട് നടന്നൊക്കെ ഒരു സ്വപ്നം പോലെയായിരുന്നു. ഒരിക്കലും പൂർണ്ണ മനസ്സോടെയുള്ള കണ്ണേട്ടിന് ഈ വിവാഹത്തിന് സമ്മതിച്ചെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ്. കണ്ണേട്ട് എത്ര സമയം വേണമെങ്കിലും എടുത്തോ. അത്രയും പറഞ്ഞു നിർത്തുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. ഋഷി തന്നെ മുമ്പിലിരിക്കുന്നവളെ തന്നെ നോക്കിയിരുന്നു. താൻ ഈ പെണ്ണിന് മുമ്പിൽ ഒത്തിരി ചെറുതായ പോലെ. അവന് എന്ത് പറയണമെന്ന് അറിയാതെയായി. അവളുടെ കൈയുടെ മേൽ അവൻ്റെ കൈ അമർന്നു. ഗൗരി ഋഷിയെ നോക്കി. എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ കാരണം താൻ ഒത്തിരി വിഷമിച്ചല്ലേ. പഴയതൊന്നും നമ്മൾക്കിടയിൽ ഇനി വേണ്ട. പരസ്പരം മനസ്സിലാക്കി പയ്യെ നമുക്ക് ജീവിച്ചു തുടങ്ങാം. സമയം ഒരുപാടായി, താൻ കിടന്നു. നല്ല ക്ഷീണം ഉണ്ടാവും. അവളൊന്ന് മൂളി. കട്ടിലിന്റെ മറുവശം ചേർന്ന് കയറി കിടന്നു. അവളെ ഒന്ന് നോക്കി അവന് ലൈറ്റ് ഓഫ് ആക്കി വന്ന് കിടന്നു. രണ്ടുപേർക്കും ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെ ഉറക്കമുണെന്ന ഋഷി തൻ്റെ അരികിൽ ഗൗരിയെ കണ്ടില്ല. എന്തൊക്കെ ആലോചിച്ച് നേരം വിളിക്കാനായപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത്. കുളി കഴിഞ്ഞ് അടുക്കളയിലെത്തിയ ഋഷി കാണുന്ന കാഴ്ച ദോശയിടുന്ന ഗൗരിയെയും അവൾക്കടുത്തായി സ്ലാബിൽ നിന്ന് ചായ കുടിക്കുന്ന കിശുവിനെയുമാണ്. രണ്ടുപേരും കാര്യമായിട്ട് എന്തോ പറയുന്നു, ചിരിക്കുന്നുമുണ്ട്. എന്തോ പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ കിച്ചു കാണുന്നത് തങ്ങളെ നോക്കി നിൽക്കുന്ന ഋഷിയാണ്. ആ ഏടെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? അവൻ അവർക്കടുത്തേക്ക് നടന്നു നിന്നു. അവിടെ ഉണ്ടായിരുന്ന ഫ്ലാസ്കിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് ചായ എടുത്ത് ഗൗരി ഋഷിക്ക് നേരെ നീട്ടി. അവൻ അവളെ നോക്കിക്കൊണ്ട് അത് വാങ്ങി കുടിച്ചു. താനിന്ന് പോലെ കോടതി പോയി തുടങ്ങുന്നു. 1 വീക്ക് ലീവ് ഉണ്ട്. മൺഡേ തൊട്ട് പോയി തുടങ്ങണം. ഗൗരി അഡ്വക്കേറ്റ് ഗൗരി വിശ്വനാഥനാണ് കേട്ടോ. ഇപ്പൊ ആള് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു. ആ കുഞ്ഞു വീട്ടിൽ അവരുടെ കളിച്ചിരികളും സന്തോഷ നിമിഷങ്ങളും മാത്രമായി. ഗൗരി ഋഷിയെയും കിച്ചുവിനെയും സ്നേഹത്തോടെ പരിചരിച്ചു. കിച്ചുവിനെ ഏടത്തിപ്പോൾ ഏടത്തിയമ്മയാണ്. അവനെ ശകാരിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തു. പലപ്പോഴും ഋഷിക്ക് ഗൗരി ഒരു അത്ഭുതമായി തോന്നി. അവർ തമ്മിലുള്ള അകൽച്ചയും മാറിയിരുന്നു. മനസ്സുകൊണ്ട് അവർ ഒത്തിരി അടുത്തു. അനുവിന്റെയും കിച്ചുവിന്റെയും വിവാഹത്തെക്കുറിച്ച് വീട്ടുകാർ തമ്മിൽ സംസാരിച്ചിരുന്നു. എങ്കിലും തങ്ങൾക്ക് MD ചെയ്യണമെന്നും അത് കഴിഞ്ഞ് മതി വിവാഹമെന്നും അവർ പറഞ്ഞു. എല്ലാവരും അവരുടെ തീരുമാനത്തെ സന്തോഷത്തോടെ തന്നെ അംഗീകരിച്ചു. ഋഷി ബസ്സിൽ തന്നെ പോയി തുടങ്ങിയിരുന്നു. കണ്ണേട്ടാ കണ്ണേട്ടാ എന്താ പെണ്ണേ? അവന് നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് ഗൗരി. ഒരു വിരൽ കൊണ്ട് അവന്റെ നെഞ്ചിലെ രോമത്തെ ചുറ്റി വലിക്കുന്നുണ്ട്.
കണ്ണേട്ട നാളെ ലീവാക്കും, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ടായിരുന്നു. അവൻ സംശയത്തോടെ പുരികം ചൊലിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. ലീവൊക്കെ എടുക്കാം. എവിടേക്ക് എൻ്റെ പെണ്ണിന് പോകാനുള്ളത്? അതൊക്കെയുണ്ട്, നാളെ പറയാം, സർപ്രൈസ്. അവൾ ഒറ്റ കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അവൻ അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനോട് ഒട്ടിക്കിടന്നു. പതിയെ രണ്ടുപേരും നിദ്രയെ പുൽകി. രാവിലെ കുളിച്ച് റെഡിയായി ഋഷിയും കിച്ചും ഗൗരിയും കൂടി ക്ഷേത്രത്തിൽ പോയി. അവിടുന്ന് ചായ ഉപ്പുമാവും കഴിച്ച് നേരെ ടൗണിലേക്കാണ് അവർ പോയത്. ടൗണിലെത്തിയത് അവിടെ അവരെയും കാത്ത് അനുവും ഉണ്ടായിരുന്നു. അല്ല, എൻ്റെ കാന്താരി ഉണ്ടോ? എല്ലാവരും കൂടി എന്താ പരിപാടി? എങ്ങോട്ടാണെന്നെങ്കിലും പറയടൂ. അതൊക്കെയുണ്ട്, കുറച്ച് ടൈം കൂടി ആയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നേ. വാ. ഗൗരി ഋഷിയുടെ കൈയും പിടിച്ച് മുന്നിലേക്ക് നടന്നു. അവർക്ക് പുറകെ കിച്ചു അനു. അവർ ചെന്ന് ഇന്ന് കേരളത്തിലെ തന്നെ ടോപ്പ് PSC കോച്ചിങ് സെൻ്ററായ ഷൈലമിൻ്റെ മുമ്പിലായിരുന്നു. നമ്മളിതിനെ ഇവിടെ വന്ന്? ഋഷി ചോദിച്ചു. എവിടെ എഴുത്തിമുഖ ഒരാളെ കാണാനുണ്ടെന്ന് കിച്ചു. ഋഷി ഗൗരിയെ നോക്കി. ഗൗരി അവൻ്റെ കൈയും പിടിച്ച് അവിടേക്ക് നടന്നു. ഉള്ളിലേക്ക് ചെല്ലുന്ന അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. ഋഷി നോക്കി നിന്നു. തിരിച്ച് ഋഷിക്ക് അടുത്തേക്ക് വന്നു. കണ്ണേട്ടാ വാ, ആ ക്ലാസ് റൂം പോയി ഇരിക്കണം. ഒരു ഇൻഡക്ഷൻ ക്ലാസ് ഉണ്ട് ഇപ്പോൾ, അത് അറ്റൻഡ് ചെയ്യണം. ഗൗരി ഇതെന്തൊക്കെയാ? ഞാൻ എന്തിനാ ഇതൊക്കെ? ആരെങ്കിലും പറയുന്നുണ്ടോ? ഋഷി ചോദിച്ചു. കണ്ണേട്ട ഇനി മുതൽ പഠിക്കാൻ പോവാ. ഞാനോ? അതും ഈ പ്രായത്തിലാ? ഗൗരി തമാശ കളിക്കല്ലേ? കണ്ണേട്ടൻ തന്നെ, തമാശയല്ല, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞ. കണ്ണേട്ടൻ അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, ഇനിയും പഠിക്കാം. അതെ ഏട്ടാ, പണ്ട് എനിക്ക് വേണ്ടി ഏട്ടൻ്റെ സ്വപ്നവും പഠിത്തമൊക്കെ ഉപേക്ഷിച്ചു. ഇപ്പം ഞാൻ നല്ലൊരു പൊസിഷനിലെത്തിയില്ലേ? ഇനിയെങ്കിലും എൻ്റെ ഏട്ടൻ പഠിക്കണം. ഏട്ടൻ്റെ ആഗ്രഹം പോലെ നല്ലൊരു ജോലി മേടിക്കണം. പ്ലീസ് ഏട്ടാ. കിച്ചു പറഞ്ഞു. കിച്ചു, അത് എന്നെ കൊണ്ട് ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. അതുപോലെ ഇനി ഇതൊന്നും. കണ്ണേട്ട് ഇപ്പോൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. ഞങ്ങളിതാ ഇവിടെ ഉണ്ടാവും. ഏട്ടൻ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വാ. ചെല്ലേട്ടാ. പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവനുള്ളിലേക്ക് കയറിപ്പോയി. തിരിച്ചവർ വീട്ടിലെത്തിയത് സന്ധ്യയോടുകൂടിയാണ്. ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചിരുന്നു. ഋഷി അവിടുന്ന് ഇറങ്ങിയത് മുതൽ അധികമൊന്നും സംസാരിച്ചിരുന്നില്ല. അവൻ്റെ മനസ്സിലെ ചിന്തകൾ കിച്ചുവിനും ഗൗരിക്കും മനസ്സിലായിരുന്നു. സിറ്റ് ഔട്ടിലെ ചാരുപടിയിൽ എന്തോ ആലോചനയിലാണ് ഋഷി. അത് കണ്ടുകൊണ്ടാണ് കിച്ചു അങ്ങോട്ടേക്ക് വന്ന്. ഏട്ടൊന്ന് ആലോചിക്കുന്നു. ഏയ് ചുമ്മാ ഇങ്ങനെ ഓരോന്ന്. ഏട്ടന് ഓരോന്നിടത്ത് ഈ മനസ്സിനെ പോക്കണ്ട. നാളെ തൊട്ട് ക്ലാസ്സിന് പോയി തുടങ്ങണം. ഇപ്പം അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അത്രമാത്രം പറഞ്ഞ് അവൻ തിരിഞ്ഞു കിടന്നു. പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഏട്ടാ, യു ആർ സോ ലക്കി. ഏടത്തിയമ്മ പോലെ ഒരാളെ കിട്ടിയില്ലേ? ഏട്ടനെ പഠിപ്പിക്കാൻ വേണ്ടെന്ന് എന്നോട് വന്ന് പറഞ്ഞു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അന്വേഷിച്ചില്ല. ഏടത്തിയാ. അന്ന് ലച്ചുവേച്ചിക്ക് വേണ്ടി ഏട്ടൻ വേദനിച്ചപ്പോൾ ദൈവങ്ങളോട് പോലും ദേഷ്യം തോന്നിയിരുന്നു. വീണ്ടും എൻ്റെ ഏട്ടന് മാത്രം എല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. നിസ്സായാവസ്ഥയിൽ നോക്കി നിന്നിട്ടുണ്ട്. പക്ഷേ ഇന്നെനിക്കറിയാം, ഇനി ഒരിക്കലും എൻ്റെ ഏട്ടൻ തോൽക്കില്ല. തോൽക്കാൻ എൻ്റെ ഏട്ടത്തി സമ്മതിക്കില്ല. ഏറ്റവും ബെസ്റ്റ് തന്നെയാ ഇന്ന് ഏട്ടന് കിട്ടിയിരിക്കുന്നത്. അതും പറഞ്ഞ് കിച്ചു അകത്തേക്ക് നടന്നു. അവൻ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഋഷി. എന്തോർത്ത പോലെ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് വാതിലടച്ച് റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞ് കണ്ണാടിക്കുമ്പോഴേക്കും തലകുർത്തിയായിരുന്നു ഗൗരി. പെട്ടെന്ന് ഇടുപ്പിലൂടെ 2 കൈകൾ അവളെ ചുറ്റി പിടിച്ച് തിരിച്ചു നിർത്തി. പെട്ടെന്ന് അവളൊന്ന് ഞെട്ടിപ്പോയെങ്കിലും ഋഷിയുടെ മുഖത്തേക്ക് നോക്കി. എന്തായെന്ന പോലെ തലയനക്കി. അവനവളെ മുറുകെ കെട്ടിപ്പിടിച്ച് അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. ഗൗരിയിലാകെ ഒരു വിറയിൽ കടന്നുപോയി. അവന്റെ ശ്വാസത്തിന്റെ ചൂട് അവളെ പൊള്ളിച്ചു. കണ്ണുകൾ മുറുകെ അടച്ച് അവൾ നിന്നു. കഴുത്തിലറിഞ്ഞ കണ്ണീരിന്റെ നനവിൽ പെട്ടെന്ന് ഗൗരി കണ്ണുകൾ വലിച്ചു തുറന്നു. കണ്ണേട്ടാ, ദേ എന്നെ നോക്കിക്കേ. കറിയാണോ? ഇങ്ങോട്ട് നോക്കിക്കേ. അവൻ അവളിൽ നിന്ന് അകന്നു മാറി. അവളുടെ മുഖം അവന്റെ കൈക്കുമ്പിളിൽ പൊതിഞ്ഞു പിടിച്ചു. കിച്ചു പറഞ്ഞ ശരിയാ, ഈ ഗൗരി കൊച്ചെന്റെ ഭാഗ്യം തന്നെയാ. ഓരോ ദിവസം ചെല്ലുന്തോറും ഈ പെണ്ണിൽ ഞാൻ അടിമപ്പെട്ടു പോവാ. എൻ്റെ കിച്ചുവിനെ ഒരു അമ്മയെ പോലെ നോക്കുന്നു, ചേർത്ത് നിർത്തുന്നു. ഞാൻ മറവിക്കൂട്ടെടുത്ത് എൻ്റെ ആഗ്രഹങ്ങളെ പോലെ നീ പ്രണയിക്കുന്നു. എനിക്ക് നിന്നെ വേണം പെണ്ണേ. എൻ്റെ കൂടെ ഇങ്ങനെ എൻ്റെ നെഞ്ചോട് ചേർന്ന് ഈ ജീവിതകാലം മുഴുവൻ. ഈ മനസ്സെനിക്കറിയാം. കണ്ടുകൊണ്ട് പഠിക്കാൻ ഇനിയും സമയമുണ്ട്. പഠിച്ച് ആഗ്രഹിച്ച പോലെ ഒരു ജോലി വാങ്ങണം. എന്തൊക്കെ സംഭവിച്ചാലും കൂടെ എന്നും ഞാനും ഉണ്ടാവും. അവനവളുടെ നെറുകയിലൊന്ന് മുത്തി. ആ നിമിഷം അവളും കരഞ്ഞു പോയിരുന്നു. എത്ര സമയം അവരങ്ങനെ നിന്നു എന്നറിയില്ല. ഗൗരി, ഇങ്ങനെ നിന്നാ മതിയോ? കിടക്കണ്ടേ? അവനവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അവളുടെ ചെവിയുടെ അടുത്തേക്ക് അവൻ്റെ ചുണ്ടുകൾ അടുത്തു വന്നു. അത് അവളിലൊരു വിറയിൽ തീർത്തു. ഇങ്ങനെ വിറക്കാതെൻ്റെ പെണ്ണേ. ഗൗരി, ഞാൻ എടുത്തോട്ടെ എൻ്റെ ഈ പെണ്ണിനെ. അത്രമേൽ പതിഞ്ഞു പോയിരുന്ന അവൻ്റെ സ്വരം. അതുവരെ ഇല്ലാതിരുന്ന വെപ്രാളവും പരവേശവും ഒക്കെ അവളിൽ നിറഞ്ഞു. അവൾ ഒന്നുകൂടി അവൻ്റെ നെഞ്ചോട് ഒട്ടി നിന്നു. ആ നിമിഷം അവൻ അവളെ കൈകളിൽ കോരിയെടുത്തിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു. അവൻ അവളെ ബെഡിലായി കിടത്തി. അവളുടെ മേലേക്ക് അമർന്നു. ഗൗരിക്ക് ഋഷിയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ മടി തോന്നി. തന്റെ മുന്നിൽ മുഖമെല്ലാം ചുവന്ന് തുടുത്ത് കിടക്കുന്ന പെണ്ണിനെ ഋഷി കണ്ണെടുക്കാതെ നോക്കി കിടന്നു. അവൻ പതിയെ അവളുടെ നെറ്റിയിൽ അധരം ചേർത്തു. ഗൗരി കണ്ണുകളടച്ച് കിടന്നു. അവന്റെ അധരവും കൈകളും അവളിലൂടെ അലഞ്ഞു നടക്കാൻ തുടങ്ങിയിരുന്നു. അവൻ അവളിൽ തീർക്കുന്ന മാന്ത്രിക വലയത്തിനുള്ളിൽ കിടന്ന് അവൾ കുറുകി. ആദ്യമായി അറിയുന്ന അനുഭൂതിയിൽ രണ്ടാളും വെട്ടി വിയർത്തു. ആ മുറിക്കുള്ളിൽ അവരുടെ കുറുകലുകളും ശീൽക്കാരങ്ങളും നിറഞ്ഞു നിന്നു.
അതിലുപരി അവരുടെ പ്രണയവും. മാസങ്ങളും വർഷങ്ങളും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ വളരെ വേഗത്തിൽ ഓടി ഒളിച്ചു. ഗൗരി റൂമിലേക്ക് വന്നതും കാണുന്ന ബെഡിൽ കണ്ണുകൾക്ക് മേലെ കൈകൾ വെച്ച് കിടക്കുന്ന ഋഷിയാണ്. അവൾ അടുത്തെത്തിയതും അവൻ കണ്ണു തുറന്ന് അവൾ നോക്കി. മോളുറങ്ങിയോ? ഒന്നും പറയണ്ട, ചെറിയച്ഛൻ്റെ ചെറിയമ്മയുടെ കൂടെ ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ ഒരേ വഴക്കായിരുന്നു. പിന്നെ അനു എടുത്തുകൊണ്ട് പോയി. ഇവിടെ കിടന്ന് കിച്ചുവിൻ്റെ കൂടെ കളിച്ച് ഇപ്പോഴാന്ന് ഉറങ്ങി. അവൾ മോളെ അവൻ്റെ അടുത്തായി കിടത്തിക്കൊണ്ട് പറഞ്ഞു. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാട്ടെ കണ്ണേട്ടാ. അവൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങിയെന്ന് കാണുന്നത് മോളെ തന്നെ കണ്ണിമയ്ക്കാൻ നോക്കിയെടുക്കുന്ന ഋഷിയെയാണ്. അവൾ ടവൽ സ്റ്റാൻഡിലിട്ട് അവൻ്റെ അടുത്ത് നിന്ന് കിടന്നു. എന്താണ് എൻ്റെ കണ്ണേട്ട മോളെ നോക്കി ഇത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നത്? ഏയ്, ഞാനിങ്ങനെ ഓരോന്ന് ഓർത്താ. ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച എൻ്റെ സ്വപ്നങ്ങൾ, ഒരു ഗവൺമെൻറ് ജോലി, ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെണ്ണ്, തങ്കക്കുടം പോലെ ഒരു മോള്, ഒരനിയത്തിക്കുട്ടി, പിന്നെ എൻ്റെ കിച്ചു. അറിയോ പെണ്ണേ, ഇന്ന് വിവാഹവേഷത്തിൽ അവനെ കണ്ടപ്പോൾ ഹൃദയമൊക്കെ മിടിച്ച് പൊട്ടിപ്പോകുന്ന പോലെയാ തോന്നിയത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം. ഇന്ന് അമ്മയുണ്ടായിരുന്നെങ്കിൽ ഒത്തിരി സന്തോഷിച്ചേനെ. അവനവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ഓർക്കുകയായിരുന്നു, ഋഷിക്ക് ആദ്യം PSC എഴുതി കിട്ടിയത് LD ക്ലർക്കായിട്ടായിരുന്നു. അന്നത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. PSC പഠിക്കുന്ന സമയത്ത് തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രിയും ചെയ്തിരുന്നു. ഒരു വർഷത്തിന് ശേഷം അവർക്കിടയിലേക്ക് വന്നാണ് അവരുടെയൊക്കെ ജീവനായ നിവേദിത ഋഷി എന്ന നിവിമോള്. ചെറിയച്ഛൻ്റെ ജീവനാണ് പെണ്ണ്. കിച്ചു അനുവും MD ചെയ്ത് ചെന്നൈയിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഋഷി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിൽ റാങ്കോടുകൂടി ലിസ്റ്റിൽ ഇടം നേടിയിരുന്നു. കിച്ചുവിൻ്റെയും അനുവിൻ്റെയും പഠനം തീരാനായതും ഇരു വീട്ടുകാരും ചേർന്ന് കല്യാണവും തീരുമാനിച്ചു. കല്യാണത്തോടടുത്ത് വീടിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇതിനിടയിൽ ഹരി ഋഷിയെ കാണാൻ വന്നിരുന്നു. വിമൽ ബാങ്കിലെ ജോലി ബേഴ്സി ബിസിനസ് തുടങ്ങിയിരുന്നെന്നും അത് നഷ്ടത്തിലായപ്പോൾ കുറെ കടങ്ങൾ വാങ്ങിയെന്നും ഇപ്പോൾ കള്ളുകൂടിയാണെന്നൊക്കെ പറഞ്ഞ് കുറെ കരഞ്ഞു. ഋഷിയോട് അന്ന് പറഞ്ഞതിനൊക്കെ മാപ്പും പറഞ്ഞിട്ടാണ് പോയത്. ഗൗരി, ഋഷിയുടെ വിളിയാണ് അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. മോള് നല്ല ഉറക്കാണെന്ന് തോന്നുന്നു. അതിന് പറയാൻ പറ്റില്ല, വേണേ ചെയ്ത് കാണിക്കാം. അതും പറഞ്ഞ് ഗൗരിയുമായി ഒന്നും മറിഞ്ഞിരുന്നവൻ. കിച്ച വേണ്ട കേട്ടോ. എന്തോന്ന് വേണ്ടാന്ന്? അടങ്ങിക്കിടക്കേച്ചു ഉറക്കം വരുന്നു. നീ ഇങ്ങോട്ട് നീരുന്നേ പെണ്ണെ, എൻ്റെ അല്ലടി. എന്തിഷ്ടമാണെന്നറിയോ? തൻ്റെ പ്രണയത്തിലും ചുംബനങ്ങളിലും തലോടലുകളിലും അവശയായി തന്നെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന പെണ്ണിനെ അവനൊന്നുകൂടി തന്നെ നെഞ്ചോട് ചേർത്ത് കിടത്തി. നെറുകയിലൊന്ന് മുത്തി. അവളിൽ ഒരു ചിരി വിടർന്നു. പതിയെ ഇരുവരും കണ്ണുകളടച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണു. അപ്പോഴും അണയാതെ ഒരു തിരിനാളം മുറ്റത്തെ അസ്ഥിത്തറക്ക് മുകളിലായി ശോഭയോടെ ജ്വലിച്ച് നിന്നിരുന്നു. ഇനി അവർ ജീവിക്കട്ടെ, മധുര മനോഹരമായൊരു ജീവിതം. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കഥകൾ ഞങ്ങൾക്ക് അയച്ചിരിക്കുക. താങ്ക് യു.